ചേട്ടാ കാട് പോലെ ഒരു ഭാഗം ശരിക്കും മരങ്ങൾ വളർന്നില്ല, മരം പോലെയാ. ഇപ്പൊ അങ്ങോട്ട് കയറി ആളെ കാണത്തില്ല. അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ ഇത് മക്കോട്ട അല്ലേ? മക്കോട്ട ദേവ. എത്ര വർഷമായത് ഇപ്പൊ നട്ടിട്ട്? ഇതിപ്പോ 1 വർഷം 15 മാസമായിക്കണം. ഇത് കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ മക്കോട്ട കൃഷിയാണ് നമ്മൾ ചെയ്തേക്കുന്നത്. എത്രത്തോളം ഏരിയ? ഇതൊരു 3 ഏക്കർ സ്ഥലം വരും. 3 ഏക്കർ സ്ഥലം ഫുള്ളായിട്ട് ചെയ്തിട്ടുണ്ട്. എത്രത്തോളം ചെടികളുണ്ട്? ഒരു 3000 ചെടിയുടെ അടുത്ത് വരും. 2500 മേളിലുണ്ട്. അപ്പം കുറച്ച് നട്ട് നിർത്തിയായിരുന്നു. അപ്പൊ ഇത് ഡ്രാഗൺ ഫ്രൂട്ട് വെക്കാണ്ട് നമ്മൾ നട്ടാ. അന്നേരം പിന്നെ വെച്ച സ്ഥലമാണ്. ഇതിന് ചെലവ് കൂടുതലായതുകൊണ്ട് ഇത് മക്കോട്ടയാക്കി. ശരി. ഈ മുകളില് ഡ്രാഗൺ ഫ്രൂട്ട് വേണം. ഒത്തിരി അസുഖങ്ങളെ കുറയ്ക്കും. ആദ്യമായിട്ട് നമ്മുടെ ക്ഷീണമെല്ലാം ഫുള്ളായി 20 ദിവസം ഇത് ഉപയോഗിക്കുമ്പോൾ ക്ഷീണമെല്ലാം ഫുള്ളായിട്ട് കുറയും. ഇത് പടുത്തു കഴിഞ്ഞാൽ ഇത് സബോള അരിയും പോലെ അരിഞ്ഞിട്ട് ഉണങ്ങുക. അതിൻ്റെ അത് 5 പീസ്. ഇതിപ്പോൾ ഒരു 10-15 പീസിനുണ്ട്. ഇതൊരു ഒരാൾക്ക് 3 ദിവസം ഉപയോഗിക്കാനുള്ളതുണ്ട്. ഈ ഒരു കായ ഉണ്ട്. തൈകളൊക്കെ കൊറിയറായിട്ട് അയച്ചു കൊടുക്കുന്നുണ്ട്. ഇഷ്ടംപോലെ കൊടുക്കുന്നുണ്ട്. മക്കോട്ട ദേവ ഉണങ്ങിയതും കൊടുക്കുന്നുണ്ട്. ഉണങ്ങി 100 ഗ്രാം 500 രൂപ. അതായത് ഒരാൾക്കാണെങ്കിൽ ഒരു 45 ദിവസം ഉപയോഗിക്കാനുണ്ടാവും. അപ്പോൾ അന്നേരത്തെ അവർക്കുള്ള അസുഖത്തിന്റെ എല്ലാം കാര്യങ്ങൾക്കൊരു നമുക്കൊരു വെളിപ്പെടുത്തുന്ന രീതിയിലുള്ള കുറവ് വരും. ഇത് ക്ഷീണം 20 ദിവസം കഴിക്കുമ്പോഴത്തേന് ക്ഷീണം കുറയാൻ തുടങ്ങും. ക്ഷീണം കുറഞ്ഞു കഴിഞ്ഞാൽ ഷുഗർ, പ്രഷർ, കൊളസ്ട്രോള്, യൂറിക് ആസിഡ്, നടുവിന്റെ വേന, കാലിന്റെ മുട്ടുവേന, നെഞ്ചരിച്ചിൽ, ഇത്രയും കാര്യങ്ങളെ കുറയ്ക്കുന്നുണ്ട്. നടുവേനയ്ക്കും മുട്ടുവേനയ്ക്കും ഏറ്റവും നല്ലതാണ്. 100 ഗ്രാം മേടിച്ച് 45 ദിവസം ഉപയോഗിച്ച് കഴിയുമ്പോൾ എല്ലാ കാര്യങ്ങൾക്കും അറിയാൻ പറ്റും. നടുവേനയ്ക്കും മുട്ടുവേനയ്ക്കും ഏറ്റവും നല്ലതാണ്. ഏറ്റവും നല്ല നടുവേനയ്ക്കാണ്. മുട്ടുവേന, നെഞ്ചരിച്ചിൽ, ഷുഗർ, കൊളസ്ട്രോളും കൊള്ളാം. കൊളസ്ട്രോളും ഏറ്റവും നല്ലതാണ്.